പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. കായൽ തീരത്ത് നിന്നും ബോട്ട് ചുറ്റി വരെയുള്ള ദൂരം, രണ്ട് വ്യക്തികളുടെ മൗനവും വർത്തമാനവും മറ്റൊരു പാലം പണിഞ്ഞു തുടങ്ങുകയാണ്. ആരും അറിയാതെ, അവർ പോലും അറിയാതെ. ഘനീഭവിച്ച മനസ്സുമായി രാജി, നിഷ്കളങ്കമായി കാര്യങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് ഉണ്ണി. അവളെ ബോധവത്കരിച്ച് വീണ്ടും ആക്റ്റീവാക്കി സന്തോഷവതിയാക്കുകയാണ് ഉണ്ണിയുടെ ലക്ഷ്യം. ഇരുവശത്തു നിന്നും മരങ്ങൾ വളർന്നു പന്തലിച്ച് മുകളിൽ ഇലച്ചാർത്തുകൾ കൊണ്ട് മേലാപ്പൊരുക്കിയ വഴി ഒരു തുരങ്കം പോലെ ഉണ്ണിക്ക് തോന്നിച്ചു. പ്രകൃതിയെ ഒഴിവാക്കി ആർക്കും ഒന്നും ചെയ്യാനാവില്ല, ഒരിക്കലും. കണ്ണാടിയിലെന്ന പോലെ പ്രതിഫലിക്കുന്ന പ്രകൃതിയുടെ ഭാവങ്ങൾ നമ്മുടെ മൂഡിലും പ്രതിഫലിക്കുക സാധാരണമാണല്ലോ. അതുപോലെ തന്നെയാണ് ഒപ്പം നടക്കുന്ന ആളുടെ സങ്കടം അല്ലെങ്കിൽ സന്തോഷം. അത് പതിയെ പതിയെ നമ്മുടെ മനസ്സിലേക്ക് അരിച്ചരിച്ചെങ്കിലും എത്തും. അങ്ങനെയാണല്ലോ പലരും നമുക്ക് പ്രിയപ്പെട്ടവരായി പിന്നീട് മാറുന്നത്. മുഖം പൊത്തിക്കരയുന്ന രാജിയെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ വിഷമിക്കുന്ന ഉണ്ണിയുടെ മനസ്സ് പിടച്ചു തുടങ്ങുകയാണ്. വായിക്കാം. 3-ാം ഖണ്ഡം 2-ാം ഭാഗത്തിന്റെ അവസാന ലക്കം. എന്തേ പെട്ടെന്ന് അഭിപ്രായം മാറിയത്? ഇപ്പോൾ തന്നെ മടങ്ങാമെന്ന് നിശ്ചയിച്ചത്? ബീച്ചിൽ കുറെ നേരം കൂടി കൂടാമായിരുന്നില്ലേ? ഉത്തരം പ്രതീക്ഷിച്ചിട്ടല്ല, മൗനം ഭഞ്ജിക്കാൻ വേണ്ടി മാത്രമാണ് ചോദിച്ചത്. തെങ്ങിൻ തോപ്പ് കടന്ന് ചെത്തുവഴിയിലേക്ക് കയറുകയായിരുന്നു. രാജി വിഷാദമൂകയായിട്ടാണ് ഒപ്പം നടക്കുന്നത്. വീണ്ടും കരഞ്ഞ ലക്ഷണമുണ്ട്. ബോട്ടിൽ വെച്ച്, ഇവിടെ വെച്ച്. എന്തു പറ്റി? എന്തോ പറ്റിയിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ടാവാൻ ഇടയില്ല. പിന്നെ മറ്റൊന്നാവാനേ വഴിയുള്ളൂ. ജിമ്മുമായിട്ട് വല്ല പിണക്കവും? അതെ, അതാവണം കാരണം. തലതിരിക്കാതെ സൂത്രത്തിൽ രാജിയുടെ മുഖത്തേക്കൊന്ന് നോക്കി കൃഷ്ണനുണ്ണി. ആലോചനാ മഗ്നയായിട്ടാണ് നടക്കുന്നത്. അത് തന്നെ ആവണം കാരണം. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവർ തമ്മിൽ ഏറെയൊന്നും പറയുന്നത് കണ്ടില്ല. രാജി മിക്കവാറും തലകുനിച്ചായിരുന്നു ഇരിപ്പ്. ജിമ്മിന്റെ നോട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന പോലെ. കാലത്ത് ബോട്ടിൽ വെച്ചും അവർ അന്യോന്യം ഒഴിഞ്ഞു മാറുന്നതായി തോന്നി. ചോദിച്ചിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. ഓ. അവൾ ആലോചനയിൽ നിന്നുണർന്നു. മടങ്ങാൻ തീരുമാനിച്ചതോ? വിശേഷിച്ചൊന്നും ഉണ്ടായിട്ടല്ല. പിക്നിക് ആകപ്പാടെ ഇഷ്ടപ്പെട്ടില്ലേ? എന്താ ഇഷ്ടപ്പെടാതിരിക്കാൻ? ബീച്ച് വളരെ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ബീച്ചിൽ വന്നാൽ നീന്തണം, അല്ലെങ്കിൽ നേരം പോവില്ല, വേഗം മടുക്കും. അത് ശരിയാണ്. കൃഷ്ണനുണ്ണി ഉള്ളിൽ മന്ദസ്മിതം തൂകി. മിടുക്കത്തി തന്നെ, പെട്ടെന്നൊരു കാരണം കണ്ടുപിടിച്ചിരിക്കുന്നു. തികച്ചും യുക്തിയുക്തം. മിസ്റ്റർ ഉണ്ണി എന്തേ നീന്താഞ്ഞത്? മൗനത്തിന്റെ ഹിമഭിത്തി ഉടഞ്ഞുവെന്ന് തോന്നുന്നു. ഞാൻ പിക്നിക്കിന് വന്നതല്ലോ. പിന്നെ സീ ബേത്തിങ്ങിൽ എനിക്ക് അത്ര കമ്പമില്ല. കാടാണ് എന്റെ സാമ്രാജ്യം. കാട്ടിലെ പുഴയിൽ കുളിക്കുന്നത്ര സുഖം ഇവിടെ കിട്ടില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ട്ടോ. ഇനി എന്നാ കാട്ടിലേക്കുള്ള യാത്ര? 2-3 ആഴ്ചക്കുള്ളിൽ പോണം. ഇത്തവണ ഞാനും വരാം. കൃഷ്ണനുണ്ണി ചിരിച്ചു. എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോൾ ഞാനുണ്ട് ഡാഡി എന്ന് പറയുന്ന പ്രിയയാണ് ഓർത്തു പോകുന്നത്. പ്രിയയെ ബീച്ചിൽ വിട്ടു പോന്നിട്ട് ഒരു സമാധാനവുമില്ല. രാജി മനസ്സു മാറുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ വിടുമായിരുന്നില്ല. ജിമ്മുണ്ടല്ലോ, സമാധാനിക്കുക, അയാൾ ശ്രദ്ധിച്ചോളും. എന്താ ചിരിക്കണത്? ഞാൻ തമാശ പറഞ്ഞതല്ല. ശരിയായ കാട് എനിക്കുമൊന്ന് കാണണം. കൊണ്ടുപോകാൻ വിരോധമില്ല. പക്ഷെ ഒരു ദുർഘടമുണ്ട്. കാലത്ത് പോയി വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റില്ല. ചുരുങ്ങിയത് ഒരു രാത്രിയെങ്കിലും കാട്ടിൽ കഴിച്ചു കൂട്ടേണ്ടി വരും. അത് സാരല്ല എന്നെളുപ്പം പറയാം, പക്ഷെ പല പ്രോബ്ലംസും ഉണ്ട്. രാജ്യം ഒറ്റയ്ക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. പിന്നെ കൃഷ്ണനുണ്ണി ചിരിച്ചു. കാട്ടിൽ ലക്ഷറി ഹോട്ടൽസ്, എയർ കണ്ടീഷന്റെ മുറികളൊന്നുമില്ല. കാടെന്ന് പറഞ്ഞാൽ കാടാണ്. അതെയോ? രാജിയുടെ സ്വരത്തിൽ പെട്ടെന്ന് കുസൃതിയുടെ സ്നിഗ്ധത കടന്നുകൂടിയതുപോലെ തോന്നി. കാടെന്ന് പറഞ്ഞാൽ ഗാർഡൻ ആണെന്നല്ലേ മുമ്പൊരിക്കൽ പറഞ്ഞത്? അതിൽ എന്നെ ഇരുത്തി കളഞ്ഞല്ലോ. കുറച്ചുറക്കത്തന്നെ ചിരിച്ചു. ഇതൊക്കെ ഓർമ്മിച്ചു വെച്ചിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. ചിലതൊക്കെ ഒരിക്കൽ കേട്ടാൽ മറക്കില്ല. ഡയലോഗ് ഒരിക്കൽ വായിക്കുമ്പോഴേക്കും എനിക്ക് പഠിയും, പിന്നെ മറക്കില്ല. വാസുവേട്ടൻ പറയും, ഓ നെവർ മൈൻഡ്, നത്തിങ്. കുന്നിൻ ചെരുവിലൂടെ പതഞ്ഞൊഴുകി ഇറങ്ങിയിരുന്ന തെളിർനീർ ചോല പെട്ടെന്ന് ചതുപ്പ് നിലത്തേക്ക് താണു പോകുന്ന പ്രതീതിയാണ് ഉണ്ടായത്. വിഷാദത്തിന്റെ പുറന്തോട് കഷ്ടിച്ചു നുടഞ്ഞതേയുള്ളൂ. അപ്പോഴേക്കും വീണ്ടും
ആദ്യമായിട്ടാണ് ആ മനുഷ്യന്റെ പേര് രാജിയുടെ നാവിൻ തുമ്പത്ത് നിന്നുയർന്നു കേൾക്കുന്നത്. ഇടകണ്ണിട്ടൊന്നു നോക്കി, കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് കീഴ്പോട്ട് നോക്കിയാണ് നടക്കുന്നത്. അയാൾ എങ്ങനെയുള്ളവനായിരിക്കും? ഏതായാലും മഹാദുഷ്ടൻ തന്നെ. ഇത്ര സാധുവായ ഒരു പെൺകുട്ടിയെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ എത്രത്തോളം അടുത്തിരുന്നുവോ ആവോ. സിനിമയുടെ ലോകമാണല്ലോ, നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത ലോകം. ഈ പ്രായത്തിലുള്ള കുട്ടികളെ മയക്കിയെടുക്കാൻ ഒരു പ്രയാസവുമില്ല. അങ്ങനെ ശ്രീധരൻ അത് ആലോചിച്ചിട്ട് ആകെ വേവലാതിയാണ്. ആ പിശാച് അവളെ എങ്ങാൻ പിഴപ്പിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്ക് പേടി ഉണ്ണി. അതാലോചിക്കുമ്പോൾ ഞാൻ ആകെ ദഹിച്ചു പോവുകയാണ്. അത്ഭുതമില്ല, ദഹിക്കും. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ ദുരന്തം എന്തുണ്ട്? രാജി സുഖക്കേട് പിടിച്ചു മരിച്ചുവെന്ന് കേട്ടാൽ ശ്രീധരൻ ഇത്രത്തോളം ഞെട്ടില്ല, വിവശനാവില്ല, ഇത്ര വേദന അനുഭവിച്ചിരിക്കില്ല. കുറച്ചു നാളത്തെ ദുഃഖത്തിന് ശേഷം ക്രമേണ മറക്കും. ഇതല്ല, രാജിയെ കാണുമ്പോഴൊക്കെ ഓർക്കും. ഈ കളങ്കവും വെച്ച് വേണം കുട്ടിക്ക് ആയുശേഷം കഴിച്ചുകൂട്ടാൻ. ഹാത്തോണിന്റെ ഹെസ്റ്ററിനെ പോലെ എന്ന് വായിച്ചതാണ് ആ പുസ്തകം. പിന്നീട് ഇപ്പോഴാണ് ഓർക്കുന്നത്. ചാരിത്രഭംഗത്തിന് രക്തലിപി മാറത്തണിഞ്ഞു നടക്കാൻ ശപിക്കപ്പെട്ട ഹെസ്റ്റർ. രാജിക്ക് അത് വേണ്ട. എങ്കിലും സൂക്ഷിച്ചു നോക്കുന്നവർക്കൊക്കെ കളങ്കം കാണാം. എന്നല്ല, ഒളിച്ചു വെക്കാനേ ഒക്കില്ല. സിനിമാ താരമാണല്ലോ. പത്രങ്ങളിൽ ഇന്നല്ലെങ്കിൽ നാളെ പാട്ടാവും. ഇതിനകം ആയിട്ടില്ലെന്ന് ആര് കണ്ടു? ആയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ജീവിതം തുലഞ്ഞത് തന്നെ. വിവാഹം കഴിപ്പിക്കണമെന്ന് കുറിപ്പ് പറയുന്നു, തന്നെ ചുമതലയേൽപ്പിക്കുന്നു. പക്ഷേ ഈ കഥ പാട്ടായാൽ ആരാണ് കല്യാണം കഴിക്കാൻ മുന്നോട്ട് വരിക? നടിയാണ്, പ്രൊഡ്യൂസറുമായി ലോക്യത്തിലായിരുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും ഉള്ളതുമില്ലാത്തതുമൊക്കെ ഊഹിക്കും. കന്യകയല്ലാത്ത ഒരു കന്യകയെ പുച്ഛത്തോടു കൂടിയല്ലാതെ വീക്ഷിക്കുമോ ആരെങ്കിലും? ദൈവമേ, എത്ര വലിയ മരക്കുരിശും ചുമന്നാണ് ഈ കുട്ടി നടക്കേണ്ടി വരിക. ഒരു പുരുഷനെ സ്നേഹിച്ചു പോയതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന യാതന എത്ര ഭീമമാണ്. രാജി മനോരാജ്യത്തിൽ മുഴുകിത്തന്നെയാണ് നടക്കുന്നത്. വിഷാദഭാവം അവളുടെ മുഖത്തെ കൂടുതൽ സുന്ദരമാക്കുന്നു. ഒരുപക്ഷെ രാജിക്ക് അങ്ങനെയുള്ള നരകമൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരിക്കും. സുന്ദരിയാണ്, സമ്പന്നയാണ്, പ്രശസ്തയാണ്. കഴിഞ്ഞതെല്ലാം അവഗണിച്ച് അവളെ സ്വീകരിക്കാൻ തയ്യാറുള്ളവരുണ്ടായേക്കാം. ഉത്സാഹം പ്രകടിപ്പിക്കുന്നവർ പോലും ഉണ്ടാവാം. സിനിമാ താരങ്ങളൊക്കെ ഒടുവിൽ വിവാഹിതരാവുന്നില്ലേ? ഉണ്ട്. പക്ഷെ വിവാഹം കഴിക്കുന്നവൻ പുരുഷനാണെങ്കിൽ അവന്റെ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും വിചാരം കാണും. കൊത്തിയ മാമ്പഴമാണല്ലോ. കന്യകയെ, പരിശുദ്ധിക്ക് തീണ്ടലേൽക്കാത്ത കന്യകയെ വിവാഹം ചെയ്യുക എന്നത് എല്ലാ യുവാക്കളും കാണുന്ന സ്വപ്നമാണല്ലോ. പണത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഇങ്ങേയറ്റം അന്ധമായ ആരാധനയുടെ തന്നെയും പേരിൽ മാപ്പ് കൊടുക്കുവാൻ തയ്യാറുള്ളവരുടെ മനസ്സിൽ പോലും ഉള്ളു ചീഞ്ഞ പഴത്തിൽ പുഴുവന്ന പോലെ അതൃപ്തി പതുങ്ങിയിരിക്കുന്നുണ്ടാവും. വിവാഹ ജീവിതം ഒറ്റക്കൊത്തിന് ഭസ്മമാക്കുന്ന തക്ഷകൻ. ആലോചിച്ചാൽ കന്യകാത്വം ഇത്ര വിലപിടിച്ചതാണോ? ഒരു പുരുഷനെ സ്പർശിച്ചതുകൊണ്ട് ഒരു യുവതിയുടെ മൂല്യം ഇടിയുമോ? അങ്ങനെയാണെങ്കിൽ പെൺകിടാങ്ങളെ തൊടുന്ന യുവാക്കന്മാരുടെയും വില ഇടിയേണ്ടതല്ലേ? അതൊട്ടില്ലതാനും. ആൺകുട്ടികൾക്ക് അതൊക്കെയാവാം. കണ്ട വയലിലെല്ലാം വിത്തിറക്കാം. തടിയിൽ തട്ടുന്നതല്ല. പെൺകുട്ടികൾ, ഹോ, അവർ കുലവിളക്കുകളാണല്ലോ. തറവാടിന്റെ നിധികളാണ്. കളങ്കമേറ്റുകൂടാ. നമ്മുടെ ഇടയിലെ ഇപ്പോഴും നിലനിൽപ്പുള്ളൂ. മറ്റു സമൂഹങ്ങളിലൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നല്ലതിനോ ചീത്തയ്ക്കോ, അത് മറ്റൊരു പ്രശ്നം. ആൺകുട്ടികൾക്ക് പരിശുദ്ധി അത്യാവശ്യമില്ലെങ്കിൽ പെൺകുട്ടികൾക്കും ആവശ്യമില്ല. പക്ഷേ ആ വാദം ഇവിടെ വിലപ്പോവില്ല. ആണുങ്ങൾക്ക് എന്തുമാകാം എന്നുറപ്പിച്ച് പറയുന്നവർക്കാണ് പെൺകിടാങ്ങളുടെ പരിശുദ്ധിയിൽ ഏറ്റവും നിഷ്കർഷ. പരിഗ്രഹ ബഹുത്വമുള്ള ദുഷ്യന്തന്മാരാണല്ലോ അനാഘ്രാതം പുഷ്പം കിസലയമലൂനം കരൂരഘേ എന്ന് ശാഠ്യം പിടിക്കുന്നത്. എന്തൊരു വിചിത്രമായ സ്ഥിതിവിശേഷം. മിണ്ടാതെ നടക്കുന്നത് അസഖ്യമായി തോന്നിയപ്പോൾ കൃഷ്ണനുണ്ണി സംഭാഷണം തുടരാനൊരു ശ്രമം നടത്തി. രാജി കുറച്ചു ദിവസത്തേക്ക് കോലാലംപൂർക്ക് പോണുണ്ടാവുമെന്ന് കേട്ടൂലോ. പ്രതീക്ഷിച്ചതിനും വേഗത്തിൽ മറുപടി കിട്ടി. അങ്ങനെയൊരു പ്ലാനുണ്ട്. ജലദോഷം ബാധിച്ചതുപോലെ അടവുണ്ടായിരുന്നു. ഒച്ചയ്ക്കെങ്കിലും സംസാരിക്കാൻ താല്പര്യമുള്ളതുപോലെ തോന്നി. മൗനം അവൾക്കും അസഖ്യമായി തോന്നിയിരിക്കാം. എന്നാ പോണത്? തീർച്ചയാക്കിയിട്ടില്ല. അമ്മമ്മ പറഞ്ഞയച്ചിട്ടുണ്ട്. കുറച്ചു ദിവസം അവിടെ ചെന്ന് താമസിക്കാൻ. അടുത്ത് തന്നെ പോണം. അത് നല്ലതാണ്. KL വലിയ സിറ്റിയാണല്ലോ.
ഇവിടുത്തെ പോലെ ഡൾ ലൈഫായിരിക്കില്ല. അത് ഐ ഡോണ്ട് കെയർ. അമ്മമ്മയുടെ അടുത്ത് 4 ദിവസം താമസിക്കാമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. മണിച്ചേച്ചി പല പ്ലാനും ഇട്ടിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതെന്ത് പ്ലാനാ? അവരുടെ ഏതോ സൊസൈറ്റിയുടെ എന്തോ ഫംഗ്ഷനുണ്ട്. അതിന് ഡാൻസ് ചെയ്യണം, വലിയ വലിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടണം, പാർട്ടികൾക്ക് പോകണം, റേസിന് പോകണം, അങ്ങനെ പലതും. അതിനൊന്നും എന്നെ കിട്ടില്ല. രാധാമണിയമ്മ സോഷ്യൽ ലൈഫിൽ വളരെ ആക്റ്റീവാണ്. ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറഞ്ഞതുപോലെ അവരില്ലാതെ KLൽ ഇപ്പോൾ ഒരു സോഷ്യൽ ഫംഗ്ഷനും നടപ്പില്ല. ഷീസ് വെരി പോപ്പുലർ. എനിക്കതിനൊന്നും കഴിയില്ല. ഒരു കാര്യത്തിലേ ഇത്തിരി ഭയമുള്ളൂ, ഫംഗ്ഷന് ഡാൻസ് ചെയ്യേണ്ടി വരുമോന്ന്. മണിച്ചേച്ചി സുകുമാമയെ കൊണ്ട് പറയിച്ചാൽ എങ്ങനെയാ ഒഴിഞ്ഞു മാറാന്ന് അറിഞ്ഞൂടാ. എന്തിനാ ഒഴിഞ്ഞു മാറണത്? ഡാൻസ് ചെയ്തൂടെ? രാജി തലയാട്ടി. ഐ വോണ്ട്. സ്വരത്തിലെ ദൃഢത അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അറിയാതെ തന്നെ പുരികമുയർത്തി തറപ്പിച്ചൊന്നു നോക്കിപ്പോയി. വഴിവക്കത്ത് നിന്ന് എപ്പോഴോ ഒടിച്ചെടുത്ത ഒരു മരച്ചില്ലയിലെ ഇല നുള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവൾ നടക്കുന്നത്. യു വോണ്ട്? എന്താ കാരണം? സുകുമാമ നിർബന്ധിച്ചാലേ വിഷമമുള്ളൂ. രാജി ചോദിച്ചതിന് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറി. സുകുമാമയെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഡാൻസ് പഠിക്കാൻ അയക്കാൻ മുത്തശ്ശനും ശ്രീമാമയും സമ്മതിച്ചത് തന്നെ സുകുമാമയുടെ ഒറ്റ പിടുത്തം കൊണ്ടാണ്. അതുകൊണ്ട് സുകുമാമ പറഞ്ഞാൽ വയ്യാന്ന് പറയാൻ ഇത്തിരി കഷ്ടാണ്. എന്തിനാ വയ്യാന്ന് പറയണത്? ഡാൻസ് ചെയ്തൂടെ? പഠിച്ചതും പ്രയോഗിച്ചിട്ടുള്ളതും അല്ലേ, പിന്നെ എന്തിനാ മടിക്കണത്? അവൾ പിന്നെയും തലയാട്ടി. ഇനി ഡാൻസ് ചെയ്യില്ലാന്ന് എന്നേ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനിളക്കമില്ല. സുകുമാമയെ മുഷിപ്പിക്കാതിരിക്കാൻ എന്താ വിദ്യയെന്നേ ആലോചിക്കേണ്ടു. ഇനി ഒരിക്കലും ഡാൻസ് ചെയ്യില്ല എന്നാണോ? അതെ, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ഐ ഹാവ് സെഡ് ഗുഡ് ബൈ ടു ഡാൻസിങ് ഫോർ എവർ. ഐ സീ. അവളെ അവിശ്വാസത്തോടെ എന്നാൽ താല്പര്യത്തോടെ വീക്ഷിച്ചു. ഇനി ഡാൻസ് ചെയ്യേ ഇല്ല? ജീവിതത്തിൽ ഒരിക്കലും? ഇല്ല, ഒരിക്കലും. അപ്പോൾ പ്രിയയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണത്? അത് ഡാൻസ് ചെയ്യില്ലല്ലോ. മോഹമുള്ളൊരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലേ ഉള്ളൂ. അത് സാരില്ല. അങ്ങനെയാണെങ്കിൽ മോഹമുള്ളവർക്ക് കാണാൻ വേണ്ടി ഡാൻസ് ചെയ്യുകയുമായിക്കൂടെ? ഇനി കാലിൽ മണി കെട്ടില്ല, മേടയിലേറി ആടില്ല. അത് കട്ടായം. അവൾ കീഴ്ച്ചുണ്ട് അമർത്തി കടിച്ചു. ചില്ലയിലെ അവസാനത്തെ ഇല നുള്ളി മേൽപോട്ടെറിഞ്ഞു. ഇല തിരിഞ്ഞ് തിരിഞ്ഞ് അവളുടെ ബ്ലൗസിൽ തന്നെ വന്നു വീണു. ആലോചിക്കാതെ ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് ശരിയല്ല. സാവധാനത്തിലാണ് പറഞ്ഞത്. അതുകൊണ്ട് പലർക്കും നഷ്ടമുണ്ട്, പലർക്കും വലിയ നിരാശയും തോന്നും. അതെന്തായാലും ശരി, ഞാൻ തീരുമാനിച്ചു. നല്ലതുപോലെ ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചത്. രാജി ചില്ലയുടെ നഗ്നമായ തണ്ട് വലിച്ചൊരേറ് കൊടുത്തു. ഇനി അതൊന്നും വേണ്ടേ വേണ്ട. കൃഷ്ണനുണ്ണി തുടർന്നൊന്നും പറഞ്ഞില്ല. വഴിയുടെ ഓരം ചേർന്ന് നടന്നു. നല്ല ശീതളമായ തണൽ, തെങ്ങും തോപ്പിലൂടെ നുഴഞ്ഞെത്തുന്ന കടൽ കാറ്റുമുണ്ട്. രാജി ഉറച്ച തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായും അവളുടെ മനസ്സിൽ അതിശക്തമായ ഒരു ആഘാതമാണ് ഏറ്റിരിക്കുന്നത്. ചെറിയ മുള്ളുപോലും വലിയ മുറിവേൽപ്പിക്കുന്ന പ്രായവും. പക്ഷേ പ്രായം ഇതായതുകൊണ്ട് ക്ഷണം മറക്കേണ്ടതുമാണ്. പുതിയ കൂട്ടുകാരെ കണ്ടെത്താനും ഉല്ലസിച്ച് നടക്കാനും കഴിയേണ്ടതുമാണ്. രാജിക്കത് കഴിയുന്നില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിക്നിക്കിന് വന്നിട്ട് ഇങ്ങനെ. അമ്മയുടെ പാരമ്പര്യമാവാം. അല്ലെങ്കിലും ചില പെൺകുട്ടികൾ എങ്ങനെയാണ്, ഹൃദയത്തിലേറ്റ മുറിവ് വെച്ച് താലോലിച്ച് പഴിപ്പിക്കാനാണ് മോഹം. മസോക്കിസത്തിൽ നിർവൃതി കണ്ടെത്തുന്നവർ. പ്രേമദുഃഖം ദിവ്യമാണ്, മഹത്താണെന്ന ധാരണയും കാണും. ദുഃഖോപാസന ഒരുതരം സുഖാനുഭൂതിയാണ് പോലും. ദുഃഖിക്കോ സ്വാഭാവികം തന്നെ. ദുഃഖമില്ലാത്തവർ മനുഷ്യരല്ലല്ലോ. പക്ഷെ ഓർത്തോർത്ത് ദുഃഖിക്കുക, അങ്ങനെ ജീവിക്കുന്നതിൽ ആനന്ദം കാണുക, അതൊക്കെ തലതിരിഞ്ഞ പ്രവണതയാണ്. ജീവിതത്തെ നിഷേധിക്കലാണ്, പ്രകൃതി വിരുദ്ധവുമാണ്. ആ വഴിക്കാണ് രാജിയുടെ പോക്ക്. രാജിയുടെ മാത്രമല്ല, ഈ പ്രായത്തിൽ മിക്കവരുടെയും പ്രതികരണം ഇത് തന്നെയായിരിക്കും. എവിടെ നോക്കിയാലും മഴവില്ലും മയിൽപ്പീലിയും കാണുന്ന നിലവിട്ട് എങ്ങോട്ട് തിരിഞ്ഞാലും കൂരിരുട്ടും കുന്തമുനകളും മാത്രം നേരിടുന്ന പതനത്തിലേക്ക് പെട്ടെന്ന് വീഴുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുക. ഏറെ നീണ്ടു നിൽക്കില്ലെന്ന് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും മാത്രമേ വഴിയുള്ളൂ. കാലം അതിൻ്റെ മാന്ത്രിക വിദ്യ പ്രയോഗിച്ചു കൊള്ളുമെന്ന് ദുഃഖത്തിൻ്റെ ചാരത്തിൽ നിന്ന് പുതിയൊരു ജീവിതത്തിൻ്റെ ഫേനിക്സ് പക്ഷി ജന്മം കൊള്ളുമെന്നും.
ഒരൊറ്റ ദുഃഖാനുഭൂതി കൊണ്ട് നശിക്കുന്നതാണ് ജീവിതമെങ്കിൽ മനുഷ്യവർഗം എന്നേ കുറ്റിയറ്റു പോയേനെ. അത്രയ്ക്കൊന്നും ആലോചിക്കാനുള്ള തൻ്റെ ഇടമായിട്ടില്ല രാജിക്ക്. കണ്ണുനീരിലൂടെ വേണം ദുഃഖമൊക്കെ വറ്റിപ്പോകാൻ. കുറേ വറ്റിപ്പോയിരിക്കുന്നു, ബാക്കിയുള്ളത് വഴിയേ വറ്റിപ്പോകും. ഇത്തിരി വെയിലടിച്ചാൽ പെട്ടെന്ന് തന്നെ. രാജി അത്ര വളരെ ആലോചിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെ തീരുമാനിച്ചതെന്നാണ് എനിക്ക് തോന്നണത്. വാക്കുകൾ എണ്ണിപ്പറക്കുന്നത് പോലെ പറഞ്ഞു. ഒരു ദുഃഖം വന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു, അത്രയേ ഉള്ളൂ. അല്ലല്ല, ആലോചിച്ചിട്ട് തന്നെയാണ് എടുത്തത്. വെറുതെ പറയണമെന്ന് മാത്രം. ആകപ്പാടെ സങ്കടവും വെറുപ്പും കോപവും തോന്നിയ സമയത്ത് ചടേന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. അതാണ് വാസ്തവം. ഇത്തിരി കൂടി ആലോചിച്ചിരുന്നെങ്കിൽ രണ്ടും തമ്മിലൊരു ബന്ധവും ഇല്ല എന്നറിയാമായിരുന്നു. കൊച്ചുകുട്ടികളെപ്പോലെ വെറുതെ വാശി കാണിക്കുകയാണെന്ന് മാത്രം. രാജി മറുപടി പറഞ്ഞില്ല. വഴിവക്കത്ത് നിന്ന് മറ്റൊരു ചില്ല ഓടിക്കാൻ ശ്രമിച്ചു. തുമ്പ് മാത്രമേ കയ്യിൽപ്പെട്ടുള്ളൂ. രാജിയുടെ തീരുമാനം തെറ്റാണെന്ന് അല്പം ആലോചിച്ചാൽ മനസ്സിലാവും. എന്ത് തെറ്റ്? എനിക്കിഷ്ടമല്ല, ഞാൻ ഡാൻസ് ചെയ്യില്ല, അത്ര തന്നെ. അതിലെന്താ തെറ്റ്? ഡാൻസ് ഇഷ്ടമില്ല എന്ന് പറയണത് തന്നെ തെറ്റാണല്ലോ. ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ സ്കൂൾ പഠിപ്പ് വേണ്ടാന്ന് വെച്ച് ഡാൻസ് പഠിക്കാൻ പോയത്. അത് അന്നല്ലേ. ഇപ്പോൾ ഐ ഹാവ് ചേഞ്ച്ഡ് മൈ മൈൻഡ്. മനസ്സു മാറ്റാം, പക്ഷെ അവനവന് ജന്മനാ ഉള്ള വാസനയും കഴിവും മാറ്റാൻ പറ്റില്ലല്ലോ. അതുള്ളിടത്തോളം കാലം ഇഷ്ടമില്ല എന്ന് തോന്നണതും പറയണതും തൽക്കാലത്തെ തോന്നല് മാത്രമാണ്. അതിന് എനിക്കെത്ര വാസനയും കഴിവുമുണ്ടെന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞിട്ടായാലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്ര വേഗം ഇത്രത്തോളം ഒന്നും എത്തില്ലല്ലോ. ഇനിയിപ്പോൾ എല്ലാം വേണ്ടാന്ന് വെക്കുന്നത് പത്രഭാഷയിൽ പറഞ്ഞാൽ കലാലോകത്തിനൊരു നഷ്ടമായിരിക്കും. നഷ്ടമോ? എന്ത് നഷ്ടം? ഞാൻ ശാന്താറാവുവോ ബാലസരസ്വതി ദേവിയോ ഒന്നുമല്ലല്ലോ. അല്ലായിരിക്കാം, പക്ഷെ ആയിക്കൂടുന്നില്ലല്ലോ. ഞാനോ? പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുന്ന മട്ടിലൊരു നോട്ടം നോക്കിയ ശേഷം അവൾ ഉറക്കെ ചിരിച്ചു. ഞാൻ ബാലസരസ്വതി ദേവി ആവുക, അന്ന് സൂര്യൻ തെക്ക് വടക്കായിരിക്കും. എൻ്റെ ഡാൻസ് കണ്ടിട്ടുള്ളവരാരും ഇങ്ങനെയൊരു വിഡ്ഢിത്തം പറയില്ല. ആവോ? ഉണ്ണി പുഞ്ചിരി തൂകി. ഞാൻ കണ്ടിട്ടില്ലല്ലോ, കാണാൻ അവസരം തരില്ല എന്നും പറയുന്നു. കാണണ്ട. അവൾ ലജ്ജയോടെ തലകുനിച്ചു. കാണാത്തതാണ് നല്ലത്. കലീകോവിലിൽ തന്നെ എന്നെക്കാൾ മെഡിക്കുകൾ എത്രയോ ഉണ്ടായിരുന്നു. പദങ്ങൾക്ക് അഭിനയം പിടിക്കാൻ എനിക്ക് അറിയേയില്ലെന്നാണ് കാഞ്ചന ടീച്ചർ പോലും പറയാറുള്ളത്. എന്നെ കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നത് ടീച്ചർക്ക് മാത്രമാണ്. അത് ഞാൻ വിശ്വസിക്കില്ല. രാജി വെറുതെ തന്നെത്താൻ താഴ്ത്തി പറയാണ്. ഏതായാലും കണ്ടിട്ട് തീരുമാനിക്കാം. അതിനൊരു ചാൻസ് തരൂ. എന്ത് ഫംഗ്ഷനിലും ആകട്ടെ. ഡാൻസ് ചെയ്യോ? ഞാൻ ഡാൻസ് ചെയ്യില്ല. അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയരുത്. ഞങ്ങളൊക്കെ ഒന്ന് കാണുന്നത് കൊണ്ട് എന്താ തരക്കേട്? പഠിച്ച വിദ്യ പാഴാക്കി കളയരുത്. യു മസ്റ്റ് ഡാൻസ്. ഞാൻ ഡാൻസ് ചെയ്യണമെന്ന് മിസ്റ്റർ ഉണ്ണിക്ക് എന്താ ഇത്ര നിർബന്ധം? പ്രതീക്ഷിക്കാത്ത ചോദ്യം, പ്രതീക്ഷിക്കാത്ത സ്വരം. അവളുടെ നോട്ടത്തിൽ അസഖ്യതയും കോപവും തീക്ഷ്ണമായി സ്ഫുരിച്ചിരുന്നു. എനിക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല. നോബഡി ക്യാൻ ഫോഴ്സ് മീ. ഇത്തിരി വല്ലായ്മ തോന്നി, പക്ഷെ ആലോചിച്ചാൽ വല്ലായ്മയ്ക്ക് കാരണമില്ല. ചൊടി പിടിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ലക്ഷണമാണ്. എനിക്കൊരു നിർബന്ധവുമില്ല, ശാന്തനായി മറുപടി പറഞ്ഞു. ഞാൻ ആരെയും ഒന്നിനും ഫോഴ്സ് ചെയ്യാറുമില്ല. ഇഫ് ഐ ഗേവ് ദാറ്റ് ഇംപ്രഷൻ, ഐ എം സോറി. രാജി ഡാൻസ് ചെയ്യണം, അത് കാണണം എന്നാഗ്രഹിക്കുന്നവർ പലരുമുണ്ട്. സുകുമാമ മാത്രമല്ല, ഞാനവരുടെ ഭാഗത്താണെന്ന് പറഞ്ഞു എന്ന് മാത്രം. ഐ എം സോറി ഇഫ് ഐ ഹാവ് ഒഫൻഡഡ് യു. നോനോ. നോട്ടത്തിൽ ക്ഷമാപണ ഭാവമുണ്ടായിരുന്നു. എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. ഐ എം സോറി. നിർബന്ധം കണ്ടപ്പോൾ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. നിർബന്ധമാണെങ്കിൽ തന്നെയും എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, വേറെ പലരും ഉണ്ട്. വേറെ ആർക്കാ ഞാൻ ഡാൻസ് ചെയ്യണമെന്ന് നിർബന്ധം? നിർബന്ധമല്ല, മോഹം. എത്രയോ പേർക്കുണ്ട്. മുത്തച്ഛൻ്റെ സപ്തതിക്ക് രാജിയുടെ വക ഡാൻസ് വേണമെന്ന് സെലിബ്രേഷൻ കമ്മിറ്റിക്കാരിൽ ചിലർക്ക് അഭിപ്രായം ഉണ്ടത്രേ. ജിമ്മാണ് പറഞ്ഞത്. ഡസന്റ് മാറ്റർ എന്ന് പറഞ്ഞാലോ, അങ്ങനെ ഒരു പരിപാടി വെച്ചാൽ കാണാൻ മോഹിക്കുന്നവർ പലർക്കും കാണാം. ഉദാഹരണത്തിന് രാജിയുടെ അമ്മയ്ക്കെന്ന് വെച്ചോളൂ. അമ്മയ്ക്കോ? കടിഞ്ഞാൻ പിടിച്ചതുപോലെ നിന്നു രാജി. അമ്മ വല്ലതും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഉണ്ണി ചിരിച്ചു. പക്ഷെ പറയണോ? രാജിയുടെ ഡാൻസ് കാണാൻ അമ്മയ്ക്ക് മോഹം ഉണ്ടാവില്ലേ? അതുകണ്ട് എല്ലാവരും അഭിനന്ദിക്കുമ്പോൾ
അമ്മയ്ക്ക് എന്തോരു അഭിമാനവും സന്തോഷവുമായിരിക്കും. ആലോചിച്ചു നോക്കൂ, ഇല്ലേ? രാജി മൗനം പാലിച്ചതേ ഉള്ളൂ. നടത്തം നന്നേ സാവധാനത്തിലാക്കിയിരുന്നു, കാല് നിലത്തിഴയ്ക്കുന്നത് പോലെ. രാജി പ്രിയയ്ക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയത് തന്നെ അമ്മയ്ക്ക് വലിയ സന്തോഷമായിരിക്കുകയാണ്. അതിനേക്കാൾ എത്ര സന്തോഷം ഉണ്ടാവും രാജി ഡാൻസ് ചെയ്യണത് കാണുമ്പോ. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവില്ലേ? രാജി പിന്നെയും മൗനം പാലിച്ചതേ ഉള്ളൂ. അവൾ ആലോചിക്കുകയായിരിക്കണം. ശരിയായ ഞരമ്പിലാണ് താൻ സ്പർശിച്ചതെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഒരുപക്ഷെ എടുത്ത തീരുമാനം മാറ്റാൻ സന്നദ്ധയായിരിക്കും അവൾ. അല്ലെങ്കിൽ ഈ പ്രായത്തിലെടുക്കുന്ന ശബ്ദമൊക്കെ ശബ്ദമാണോ? ആയുഷ്കാലം മുഴുവൻ അതിലുറച്ചു നിൽക്കാൻ സാധ്യമാണോ? അതൊന്നും സാധ്യമല്ല. തൽക്കാലം ഒരു വാശിക്ക് അങ്ങനെ ചിലതെല്ലാം തീരുമാനിച്ചാലും കുറച്ചു കഴിയുമ്പോൾ താനേ അയവ് വരും, വിസ്മരിക്കും. ഇതല്ല, വിവാഹം കഴിക്കില്ല, കാലം അത്രയും കന്യകയായി കഴിച്ചുകൂട്ടും, ഒരു പുരുഷന്റെയും മുഖത്തു നോക്കില്ല എന്നൊക്കെ ആണയിട്ടിരിക്കും. തീർച്ചയാണ്. എന്നിട്ടോ ജിമ്മിന്റെ സാന്നിധ്യത്തിൽ രാജിക്ക് വരുന്ന ഭാവവ്യത്യാസം താൻ ശ്രദ്ധിച്ചിട്ടുള്ളതല്ലേ? അതിൽ അത്ഭുതമില്ല. ഒരു പൂവ് വാടിയാൽ ആ സ്ഥാനത്ത് 100 പൂക്കൾ വിടരുന്ന പ്രായമാണ്. അതാണ് പ്രകൃതിയുടെ നിയമം. പക്ഷെ ഇന്നെന്തു പറ്റി? ജിമ്മുമായി വലിയ അടുപ്പം കണ്ടില്ലല്ലോ. അകന്നു മാറുന്നുണ്ടെന്നുകൂടി തോന്നി. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് മടങ്ങാനും തീരുമാനിക്കില്ല. രാജിയും ജിമ്മും അത് നല്ലതിനാണോ? മറ്റൊരു ദുരന്ത കഥയാവാനല്ലേ സാധ്യത? ആ വഴിക്ക് ഇതുവരെ ആലോചിച്ചില്ല. ആലോചിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഒരു തമാശയായിട്ടേ തോന്നിയിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ സൗന്ദര്യപ്പിണക്കം കാണുമ്പോൾ തോന്നുന്നു കാര്യം കുറച്ചുകൂടി ഗൗരവമുള്ളതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ താൻ ഓരോന്ന് ഭാവന ചെയ്യുകയാവാം. അവർ തമ്മിൽ ഒന്നുമില്ലെന്ന് വരാം. തന്റെ താൽക്കാലികമായ മനോവധയ്ക്ക് ജിമ്മിന്റെ കളിയും ചിരിയും ഔഷധമായി തോന്നിയിരിക്കാൻ രാജിക്ക്. അതിൽ കവിഞ്ഞൊരു താല്പര്യം ഉണ്ടാവില്ലായിരിക്കാം. എന്നാൽ ജിമ്മിനതല്ല, അതിലും കവിഞ്ഞ താല്പര്യമുണ്ട്, അത് തീർച്ച. എത്ര വേഗം എന്തൊരു മാറ്റമാണ് വന്നു ചേർന്നിരിക്കുന്നത്. വേഷം കണ്ടാലേ അറിഞ്ഞുകൂടെ? പണ്ടത്തെ വൃത്തികെട്ട ഹിപ്പി അല്ല ഇപ്പോൾ. കർക്കടക സംക്രാന്തിക്ക് ചെത്തിയുരച്ച മുറ്റം പോലെ വെടിപ്പ് വച്ചിരിക്കുന്നു. താടിയും മുടിയും മാത്രമേ ബാക്കിയുള്ളൂ. അത് തന്നെ ചീർപ്പ് കാണുന്ന മട്ടുണ്ട്. അലക്കി തേച്ച വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. കഴുത്തിലെ മാല അപ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കൈത്തണ്ടയിൽ വാച്ച് സ്ഥാനം പിടിച്ചിരിക്കുന്നു. രാവിലെ ഒരു ചൊട്ടു കൊടുത്തപ്പോൾ ജിംപരിങ്ങിയ പരിങ്ങൽ തമാശ പറഞ്ഞ് രക്ഷപ്പെടാനൊരു ശ്രമം നടത്തിയെങ്കിലും ആള് ഇരുന്നു പോയത് വ്യക്തമായിരുന്നു. മുൻപിടിക്കൽ. ആച്ചി എന്റെ സ്ഥിരം യൂണിഫോം പിടുങ്ങിക്കളഞ്ഞു. കരിച്ചു കളയുമെന്നാണ് ഭീഷണി. ഞാൻ എന്തു ചെയ്യും ഗുരു? എന്തിനായി വിശദീകരണം ജിം? താൻ പുഞ്ചിരി തോന്നുന്നു. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. നോക്കുന്നത് കണ്ടപ്പോൾ തോന്നി. എന്നെ കണ്ടാൽ കിണ്ണം കട്ടൂന്ന് തോന്നുമോ എന്നൊരു ചൊല്ലുണ്ട് ഞങ്ങളുടെ ഭാഷയിൽ. താൻ കണ്ണിറുക്കുന്നു. എന്നിട്ട് ഒന്നുമറിയാത്ത മട്ടിൽ കൂട്ടിച്ചേർക്കുന്നു. ഓ, ഇന്ന് പ്രിയക്ക് ഡാൻസ് പഠിത്തമുള്ള ദിവസമാണ് അല്ലേ? ജിം ചൂളുന്നത് സ്പഷ്ടമായി കാണാമായിരുന്നു. ആ ചൂളലിന്റെ കാരണം സ്പഷ്ടം. എല്ലാം ഉപേക്ഷിച്ച് അവധൂതനായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മെയ്യും മുടിയും മിനുക്കാൻ ആരംഭിക്കുന്നതിന് മറ്റൊരു കാരണവും അന്വേഷിക്കേണ്ടതില്ല. ചുണ്ടത്താണെങ്കിൽ സദാ മിസ് രാജേശ്വരിയുടെ നാമധേയമാണ്. എന്തൊരു സൗന്ദര്യം, എന്തൊരു ശാലീനത, എന്തൊരു പരിശുദ്ധി! അമേരിക്കയിൽ കണി കാണാൻ കിട്ടില്ല. അമേരിക്കയിൽ എന്നല്ല, പടിഞ്ഞാറൻ നാടുകളിൽ ഒരിടത്തും. പറഞ്ഞാലും തീരില്ല ജിമ്മിന്. പുത്തൻ കളിക്കോപ്പ് കിട്ടിയ കുട്ടിയെ പോലെയായിരുന്നു ആകപ്പാടെ. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തുവിട്ടു. ജിമ്മിന്റെ ചിലക്കലെല്ലാം ഗൗരവമായി എടുത്താൽ രക്ഷയില്ല. പക്ഷേ ഇപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ജിം രാജിയിൽ അനുരക്തനായി തീർന്നിരിക്കുന്നു. ആലോചിക്കുമ്പോൾ ചിരിയും വരുന്നുണ്ട്. സ്ത്രീകളെ സ്വന്തം ജീവിതത്തിൽ നിന്ന് എഴുതി തള്ളിക്കളഞ്ഞു എന്നാണ് ജിം ഇപ്പോഴും അവകാശപ്പെടാറുള്ളത്. ആരിൽ നിന്നോ ആരംഭിച്ചു ആരിലൂടെയൊക്കെയോ തുടർന്ന് മൃണാളിനി എന്ന മെർലിനിൽ ചെന്ന് വേരൂന്നിയതാണ് സ്ത്രീകളുമായുള്ള ബന്ധം. അത് അറ്റുപോയി, ഇനി ആ വഴിക്കില്ല എന്നാണ് ജിം ശബ്ദം ചെയ്യാറുള്ളത്. ഉണ്ടെങ്കിലും ഇപ്പോഴൊന്നുമില്ല എന്ന് ചിലപ്പോൾ ഭേദഗതി ചെയ്യാറുണ്ട്. അപ്പോഴേ ഊഹിക്കേണ്ടതായിരുന്നു ഒരു ഭേദഗതി മറ്റ് ഭേദഗതികൾക്ക് വഴിവെക്കുമെന്ന്. അതും ഇത്രയും വേഗം. വീണ്ടും ചിരി വന്നു. ചിരിക്കാനുള്ള സംഗതി അല്ല. ദുരന്ത നാടകത്തിന്റെ ആദ്യ രംഗമായിരിക്കാൻ വിരോധമില്ല ഇത്. ജിമ്മിന്റെ കാര്യം സാരമില്ല. പുരുഷനാണ്, അമേരിക്കക്കാരനാണ്.
സ്ത്രീ പുരുഷ ബന്ധത്തെപ്പറ്റി തികച്ചും വ്യത്യസ്തമായ ധാരണകൾ പുലർത്തിപ്പോരുന്ന സമൂഹത്തിലെ ഒരു അംഗമാണ്. കുറേ കണ്ടവനാണ്, ഇനിയും കുറേ കണ്ടേക്കാനും ഇടയുണ്ട്. പക്ഷേ ഇത് പലതിലൊന്നും മാത്രം. പക്ഷേ രാജിയുടെ സ്ഥിതി അതല്ല. ഒരു ദുഃഖത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി മാത്രമായിരിക്കണം അവൾ ജിമ്മിന്റെ നേരെ കൈനീട്ടുന്നത്, ഓൺ ദ റീബൗണ്ട്. അതല്ലാതെ അഗാധമായ പ്രേരണകൾ കൊണ്ടൊന്നും ആവില്ല. ഇല്ലേ? എന്തുകൊണ്ട്? ജിം ചെറുപ്പക്കാരനാണ്, സുന്ദരനാണ്, ആകർഷിക്കത്തക്ക അനേകം ഗുണങ്ങൾ ഉള്ളവനാണ്. അപ്പോൾ അഗാധമായി കൂടെന്നില്ല. അങ്ങനെയാണെങ്കിൽ കാര്യം കുഴപ്പമല്ലേ? എന്തു കുഴപ്പം? ഒന്നുമില്ല, ഒരപാകതയുമില്ല. സുന്ദരിയായ പെൺകുട്ടി, കോമളനായ യുവാവ് കണ്ടുമുട്ടുന്നു, പ്രേമിക്കുന്നു. അതിലെന്താ? എന്താണെന്നോ? ജാതിയും മതവും വേറെ, നാടും നിറവും വിഭിന്നം, സംസ്കാരവും പാരമ്പര്യവും വ്യത്യസ്തം. എന്നാലെന്ത്? ഇക്കാലത്ത് ആരും അത് കണക്കിലെടുക്കാറില്ലല്ലോ, വിശേഷിച്ച് മലേഷ്യയിൽ. ഇവിടെ മിശ്രവിവാഹം അപൂർവമല്ല. ആസ്ട്രേലിയയിലോ ഇംഗ്ലണ്ടിലോ പഠിക്കാൻ പോയ പിള്ളാരിൽ വെള്ളക്കാരികളെ കെട്ടിക്കൊണ്ടുവരാത്തവരാരുണ്ട്? വന്നിട്ട് രഞ്ജിപ്പോടെ കഴിയുന്നു. നോ സോഷ്യൽ സ്റ്റിഗ്മ. ജിമ്മിനെയും രാജിയും ആരും കുറ്റം പറയില്ല, അമ്പലം വരഞ്ഞു നിർത്തില്ല. പിന്നെയോ? അതൊക്കെ ശരി. എങ്കിലും എന്തോ മനസ്സ് അംഗീകരിക്കാത്തതുപോലെ ഒരു തോന്നൽ. എവിടെയോ പൊരുത്തക്കേട് അനുഭവപ്പെടുന്നു. അകാരണമായിട്ടോ? അല്ല, താൻ അറിയാതെ തന്നെ ശ്രീധരന്റെയും സുഭദ്രയമ്മയുടെയും ഭാഗത്തേക്ക് നീങ്ങി നിൽക്കുകയാണ്. അവർക്ക് വല്ലാത്ത ഷോക്കായിരിക്കും. സാധാരണ നിന്റെയിൽ ശ്രീധരൻ ഇതിന് തടസ്സമൊന്നും നിൽക്കില്ല. പക്ഷേ ആദ്യത്തെ സംഭവത്തിന് ശേഷം ഇങ്ങനെയൊന്നും താങ്ങാവുന്നതല്ല, രാജിയുടെ അമ്മയ്ക്ക് വിശേഷിച്ചും. അവർ അല്ലെങ്കിലേ. ബോട്ട് എത്ര മണിക്കാണെന്നേ പറഞ്ഞത്? ബോട്ടോ? ആ, എത്ര മണിക്കാ? 2:30. കൃഷ്ണനുണ്ണി വാച്ച് നോക്കി. ഓ, 2:30 ആയി. കൃത്യം 2:30 തന്നെ വിടോ? അത്ര പങ്ക്ചലൊന്നുമല്ല, വിട്ടാലും സാരമില്ല. 3:15 പിടിക്കാം, അത് മതി. 2:30 കാര്യം കിട്ടില്ലെന്ന് തീരുമാനമാണ്. ഇത്രയും വേഗം നടന്നാലും 10 മിനിറ്റ് എടുക്കും. അപ്പോഴേക്കും ബോട്ട് പോകാതിരിക്കില്ല. രാജിക്കാണെങ്കിൽ അത്ര വേഗത്തിൽ നടക്കാനും സാധ്യമല്ല. ഞാൻ കാരണം ബോട്ട് മിസ് ചെയ്തു അല്ലേ? അതുകൊണ്ടെന്താ? ആകാശം ഇടിഞ്ഞു വീഴോ? തിടുക്കണ്ടെന്നല്ലേ പറഞ്ഞത്? 1/4 മണിക്കൂർ വൈകാവുന്ന തിടുക്കേ ഉള്ളൂ. അല്പനേരത്തെ മൗനത്തിന് ശേഷം രാജി ആരോടൊന്നില്ലാതെ പറഞ്ഞു, ഞാൻ കാരണം എത്ര പേർക്കാണ് വിഷമം. അതെന്താ അങ്ങനെ പറയണത്? എനിക്കിത്തിരി വൈകിയതുകൊണ്ട് യാതൊരു വിഷമവും ഇല്ല. രാജി ഉദ്ദേശിച്ചത് ഇതല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അത് മനസ്സിലായെന്ന മട്ടിൽ അവളൊരു നോട്ടം നോക്കി. ഞാൻ അതെല്ലാം മീൻ ചെയ്തതെന്നറിയാലോ. പിന്നെന്താ? വീണ്ടും അജ്ഞത ഭാവിച്ചു. രാജിയെ കൊണ്ട് ആർക്കും ഒരു വിഷമമുള്ളതായിട്ട് എനിക്കറിവില്ല. അവൾ വീണ്ടും മുഖത്തേക്കൊന്ന് നോക്കി. എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണോ ഈ നാട്യം എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം. മനസ്സിലല്പം വിഷമം തോന്നി. അവൾ ജീൻസിന്റെ പോക്കറ്റിൽ കൈയിട്ട് തല ഊനിച്ച് സാവധാനത്തിൽ നടന്നു. ഞാൻ പറഞ്ഞത് വിശ്വാസമാവണില്ലേ? എങ്ങനെയാ വിശ്വസിക്കുക? രാജി തല ഒരു വശത്തേക്ക് ചരിച്ച് കുറ്റപ്പെടുത്തുന്ന ഒരു നോട്ടം നോക്കി. ഞാൻ കാരണം വിഷമമല്ലേ ഉള്ളൂ എല്ലാവർക്കും? അങ്ങനെയൊന്നും വിചാരിക്കാനില്ല. പിന്നെ രാജിയെ ചൊല്ലി ആരും വിഷമിക്കണില്ല എന്നർത്ഥമല്ല ഞാൻ പറഞ്ഞതിന്. പക്ഷെ രാജി വിചാരിക്കണ മാതിരിയുള്ള വിഷമമല്ല. എന്നുവെച്ചാൽ രാജി എന്തെങ്കിലും കുഴപ്പം കാണിച്ചു എന്ന് വിചാരിച്ചിട്ടുള്ള വിഷമമല്ല എന്നർത്ഥം. രാജി ദുഃഖിക്കണമല്ലോ, വിഷമിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് വിഷമം. ശ്രീമാമയ്ക്കും മുത്തശ്ശനും അമ്മയ്ക്കും അവർക്ക് നന്നേ വിഷമമുണ്ട്, ഇല്ലയെന്നില്ല. ആ വിഷമം പക്ഷേ രാജി വിചാരിച്ചാൽ തീർക്കാവുന്നതേ ഉള്ളൂ. അവൾ എങ്ങനെയെന്ന് നോട്ടം കൊണ്ട് ചോദിച്ചു. അതെ, രാജി വിചാരിച്ചാൽ തീർക്കാൻ പറ്റും. ഇങ്ങനെ ദുഃഖിച്ചിരിക്കാതെ, ഡാൻസ് ചെയ്യില്ല, കളിക്കില്ല, ചിരിക്കില്ല എന്നൊക്കെ വാശി പിടിക്കാതെ, കഴിഞ്ഞതൊക്കെ മറന്ന് നോർമലായിട്ട് ജീവിച്ചാൽ അവരുടെ എല്ലാ വിഷമവും തീരും. ഞാൻ ഉപദേശിക്കല്ല കേട്ടോ, എൻ്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം. രാജി മുഖമുയർത്താതെ നടത്തം തുടർന്നു. രാജിയുടെ അമ്മ ജീവിതത്തിൽ വളരെ ദുഃഖിച്ച സ്ത്രീയാണ്. അവർക്ക് ബാക്കിയുള്ള ഒരേ ഒരു ആശ രാജിയാണ്, അല്ലേ? അപ്പോൾ രാജി വേണ്ടേ ഇനിയെങ്കിലും അമ്മയ്ക്ക് സന്തോഷം നൽകാൻ? അതാണ് ഞാൻ പറഞ്ഞത്. രാജി സന്തോഷമായിട്ട്. രാജി പെട്ടെന്ന് തേങ്ങി. തിടുക്കപ്പെട്ട് ജീൻസിന്റെ കീശയിൽ നിന്നും ഉറുമാൽ വലിച്ചെടുത്ത് മുഖം പൊത്തി മറുവശത്തേക്ക് തിരിഞ്ഞു നിന്നു. ഒരു നിമിഷം തറച്ചു നിന്ന ശേഷം അവളെ സമീപിച്ചു. ഛേ, എന്തായി കാണിക്കണത്? കരിയേ? ഞാൻ അത്രയ്ക്കൊന്നും പറഞ്ഞില്ലല്ലോ. രാജി തേങ്ങിക്കൊണ്ടേയിരുന്നു.
ഐ എം സോറി, ഞാൻ ഇത്രയ്ക്കൊന്നും വിചാരിച്ചില്ല. പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു വന്നേ ഉള്ളൂ. എന്താ ഇതിലെപ്പോ ഇത്ര കരയാൻ? ഇങ്ങോട്ട് നോക്കൂ പ്ലീസ്. അവൾ മുഖത്തു നിന്നും കൈയെടുക്കാതെ അരുതേ എന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് തേങ്ങൽ തുടർന്നു. ഉണ്ണി എന്തു ചെയ്യണമെന്നറിയാതെ തൊട്ടടുത്ത് അങ്ങനെ നിന്നു. ആകെ കുഴപ്പമായല്ലോ. ഇത്ര പെട്ടെന്ന് കരയുമെന്ന് വിചാരിച്ചില്ല. എന്നാലൊന്നും മിണ്ടില്ലായിരുന്നു. അബദ്ധമായി. നല്ലത് വിചാരിച്ചാണ് പറഞ്ഞത്. കുട്ടിയെ നോവിച്ചത് ലാഭം. ഇനി എങ്ങനെയാണ് സമാധാനിപ്പിക്കുക? പ്രിയയായിരുന്നെങ്കിൽ 1/2 മിനിറ്റ് കൊണ്ട് സാന്ത്വനപ്പെടുത്താം. മാറോടണച്ചു നിർത്തി കവളത്തെ കണ്ണുനീരൊപ്പിക്കളഞ്ഞ് 2 നല്ല വാക്ക് പറഞ്ഞാൽ മതി. പക്ഷേ രാജിതന്റെ മകളല്ല, മകളാവാനുള്ള പ്രായമേ ഉള്ളുവെങ്കിലും, മകളല്ലെങ്കിലും പോട്ടെ, വളർച്ചയെത്താത്ത ഒരു ചെറുപ്പക്കാരിയായിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കാമായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയുന്നില്ല. ഇങ്ങോട്ട് നോക്കൂ രാജി, പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. സമീപനം പന്തിയാവുന്നില്ല, പറയുന്നത് ഏശുന്നില്ല. കൈ സ്വാഭാവികമായും അവളുടെ തോളത്തേക്ക് നീളുന്നു. നീട്ടാൻ ധൈര്യം വരുന്നുമില്ല. അങ്ങുമിങ്ങുമില്ലാതെയുള്ള നിൽപ്പും തപ്പിത്തടഞ്ഞുള്ള പറച്ചിലും വിമിഷ്ട ഇരട്ടിപ്പിക്കുന്നതേയുള്ളൂ. രാജി പ്ലീസ്. രണ്ടും കൽപ്പിച്ച് തോളത്ത് കൈവച്ച് പതുക്കി ഒന്ന് കുലുക്കി. അവൾ ഞെട്ടി പിന്മാറുകയോ തടയുകയോ ചെയ്തില്ല. മുഖമുയർത്തിയതുമില്ല. കർച്ചീഫിലേക്ക് തേങ്ങിക്കൊണ്ടേയിരുന്നു. നോക്കൂ. 2 തോളത്തും കൈവച്ച് അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി. ഫൊർഗെറ്റ് വാട്ട് ഐ സെഡ്. ഞാൻ എങ്ങനെ ഒന്നും വിചാരിച്ച് പറഞ്ഞതല്ല. ഇത്ര സെൻസിറ്റീവ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാലൊന്നും പറയില്ലായിരുന്നു. പ്ലീസ്. അവൾ പതുക്കെ കൈകൾ നീക്കി ഈറൻ കണ്ണുകൾ ഉയർത്തി ആർദ്രമായെന്ന് നോക്കി. വീണ്ടും മുഖം പൊത്തി. അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത് കുട്ടികളെപ്പോലെ നിഷ്കളങ്കമായ സങ്കടമായിരുന്നു. മൃദുവായി അവളുടെ കൈപിടിച്ചു നീക്കി. അവൾ തിരികെ മുഖം പൊത്താൻ ശ്രമിച്ചില്ല. ഐ ആം സോറി. എന്നോട് ദേഷ്യായോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. വരൂ, നടക്കൂ. അവളുടെ തോളത്ത് കൈവച്ച് മുന്നോട്ട് നയിച്ചു. അതാ, നമുക്ക് ആ കൽവർട്ടിന്മേൽ ചെന്ന് കുറച്ചു നേരം ഇരിക്കാം. ധാരാളം സമയമുണ്ട്. രാജി അനുസരണയുള്ള കുട്ടിയെപ്പോലെ നടന്നു. ഓവുപാലത്തിന്റെ പൊക്കം കുറഞ്ഞ മതിലിന്മേൽ കാലും നീട്ടിയിരുന്ന് താഴെ ചാലിലേക്ക് കണ്ണയച്ചു. കുന്നിൻപുറത്ത് നിന്ന് ഒഴുകി വരുന്ന കൊച്ചു ചാലാണ്. പറ്റിയിട്ടില്ല. ഓവിനടിയിൽ കുറേ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ആരോ മണലുകൊണ്ട് ചെറിയൊരു ചിറ പണിതിരിക്കുന്നു. അതിന്റെ ഒരു വശം മിടിഞ്ഞ് വെള്ളം വലിച്ചു പോകുന്നുണ്ട്. മഴയില്ലെങ്കിൽ 1-2 ദിവസത്തിനകം പാടെ വറ്റിപ്പോകും. വെളുത്ത ചുണ്ണാമ്പ് മണ്ണിൽ കവിളത്തൊലിച്ച കൺമഷി പോലെ നീലപ്പൊടിമണലിന്റെ നേർത്ത രേഖ മാത്രം ബാക്കിയാവും. രാജിയുടെ തേങ്ങൽ അടങ്ങിയിരിക്കുന്നു. കരച്ചിലും നിലച്ചിരുന്നു. കാലിന്റെ മീതെ എടുത്തിട്ട കാൽമുട്ടിന്മേൽ കൈ കോർത്തുവെച്ച് വിദൂരതയിൽ നോക്കി നിശ്ചലയായി ഇരിക്കുകയാണ്. മടിയിൽ വെച്ച് തോൾ സഞ്ചിയുടെ വാറ് കൈത്തണ്ടയിൽ ഊർന്നു വീണിരിക്കുന്നു. വല്ലാതെ സെൻസിറ്റീവ്. മിണ്ടുമ്പോഴേക്കും മനസ്സ് നൊന്തു പോകുന്നു. കൊച്ചു കുഞ്ഞിനെ പോലെ. കാഴ്ചയ്ക്ക് മാത്രമേ വളർന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ വളർന്നു എന്നതുകൊണ്ട് മാത്രം ഹൃദയം ലോലമായി കൂടുന്നില്ലല്ലോ. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെക്കുറിച്ച് തനിക്കൊന്നും അറിഞ്ഞുകൂടാ. ആകെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് ബീനയോടാണ്. ആദ്യം കണ്ടുമുട്ടുമ്പോൾ തന്നെ അവൾക്ക് ഇതിനേക്കാളൊക്കെ പ്രായമുണ്ട്. പ്രകൃതവും ഇതായിരുന്നില്ല. അവൾ ഓർക്കരുത്. വാച്ച് നോക്കി. 2:45. 1/2 മണിക്കൂർ കൂടിയുണ്ട്. 5 മിനിറ്റേ വേണ്ടു ജെട്ടിയിലെത്താൻ. ചെത്തുവഴിയുടെ അറ്റത്ത് കമ്പോങ്ങിലെ മേൽക്കൂരകൾ കാണാം. തുരങ്കത്തിന്റെ അറ്റത്തെന്ന പോലെ ഇരുവശത്തും വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരങ്ങൾ വെട്ടുവഴിക്ക് ഒരു തുരങ്കത്തിന്റെ ഛായ നൽകുന്നു. രാജി ഇരുന്ന ഇരിപ്പിലൊന്ന് ഇളകി മൂക്ക് ചീറ്റി. കർച്ചീഫ് കൊണ്ട് തുടച്ചു. പോവാറായോ? ഒച്ച അവളുടേതാണെന്ന് തോന്നിയില്ല. അതിലെ മണികിലുക്കം നഷ്ടപ്പെട്ടിരുന്നു. തിടുക്കല്ല, ഇനി കുറച്ചു ദൂരെയുള്ളൂ. 10 മിനിറ്റ് കൂടി ഇരിക്കാം. ഞാൻ കാരണം അടുത്ത ബോട്ട് മിസ് ചെയ്യണ്ട. മിസ് ചെയ്താൽ അതിൻ്റെ അടുത്തത്. അത്രയേ ഉള്ളൂ. ജീവിതത്തിലെ എത്ര ബോട്ടുകളും ബസ്സുകളും മിസ് ചെയ്യുന്നു. അതൊന്നും സാരാക്കാനില്ല. രാജി കുറച്ചിടം മിണ്ടാതിരുന്ന ശേഷം പറഞ്ഞു, ഐ എം സോറി. മിസ്റ്റർ ഉണ്ണിയോട് എന്തെങ്കിലും തോന്നിയിട്ട് കരഞ്ഞതല്ല. ഐ കുഡിൻ കൺട്രോൾ മൈസെൽഫ്. സാരല്ല, അതിനെപ്പറ്റി ഇനിയിപ്പോൾ സംസാരിക്കണ്ട. ഐ ആം ഓൾ റൈറ്റ് നൗ. അവൾ ജലദോഷം ബാധിച്ചതുപോലെ ഒച്ചയോടെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. മാത്രമല്ല, ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ വേണോ? പിന്നെ എപ്പോഴെങ്കിലും മതി. ഞാൻ ഇനി കരയുന്നു വെച്ചിട്ടാണോ? അവൾ പുഞ്ചിരി തൂകാൻ ശ്രമിച്ചു. ഡോൺ വറി, പെട്ടെന്നാവുമ്പോഴേ കരച്ചിൽ വരൂ. അതല്ല, ഇനി എപ്പോഴെങ്കിലും ആവാലോ. നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം.
രാജി അത് കേൾക്കാത്ത മട്ടിൽ തുടർന്നു. ഞാൻ മിസ്റ്റർ ഉണ്ണി കുറച്ചു മുമ്പ് പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. ഇന്നേ വരെ ഞാൻ കാരണം അമ്മയ്ക്ക് ദുഃഖമേ ഉണ്ടായിട്ടുള്ളൂ. ദാറ്റ്സ് റോങ്. ഉണ്ണി ഇടയ്ക്ക് കയറി പറഞ്ഞു. അമ്മയ്ക്ക് ജീവിതത്തിലെ ഒരേ ഒരു സന്തോഷം രാജിയാണ്. അതാവാം. ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ കാരണം അമ്മയ്ക്ക് ദുഃഖമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. അതും ശരിയല്ല. പ്ലീസ്, ഞാൻ മുഴുവനാക്കട്ടെ. ഓക്കെ. മിസ്റ്റർ ഉണ്ണി പറഞ്ഞതുപോലെ ഇനി എന്നെക്കൊണ്ട് ഒരു ദുഃഖം ഉണ്ടാവരുത്. അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതെങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതിനിത്ര പ്രയാസമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാജ സന്തോഷമായിട്ടിരിക്കണ കണ്ടാൽ അമ്മയ്ക്കും സന്തോഷമാവും. അതെനിക്കറിയാം. പക്ഷേ എന്താ പക്ഷേ? പെർഹാപ്സ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എന്താ മനസ്സിലാവാതെ? എല്ലാം എനിക്കറിയാം. അറിയാമെന്ന് മാത്രമല്ല, രാജിയുടെ ഉള്ളിലെ വേദന എനിക്ക് ഊഹിക്കാനും സാധിക്കും. മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇതേവരെ പറഞ്ഞതും ഇപ്പം പറയണതും. ഇങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ബി ചിയർഫുൾ. അത് കാണുമ്പോൾ അമ്മയ്ക്കും സന്തോഷമാവും. ഞാൻ ആവതും ശ്രമിക്കുന്നുണ്ട്. അമ്മയുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും കരയാറില്ല. പക്ഷെ ഇല്ലാത്ത സന്തോഷം എത്ര തന്നെ അഭിനയിക്കാൻ സാധിക്കും? സിനിമയിലല്ലല്ലോ. അഭിനയിക്കേ? മൃദുവായെന്ന് ചിരിച്ചു. ആരെ പറ്റിക്കാനാ? അമ്മയെയോ? രാജി ഒന്നാന്തര നടിയായിരിക്കാം. അഭിനയിച്ച് ലോകരുടെ മുഴുവൻ കണ്ണിലും പൊടിയിടാൻ കഴിവുണ്ടായേക്കാം. പക്ഷേ അമ്മയുടെ മുമ്പിൽ അതൊന്നും വിലപ്പോവില്ല. എത്ര കളിച്ചാലും ചിരിച്ചാലും മകളുടെ ഉള്ളിലുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അവർക്ക്. മറിച്ച് തെറ്റിദ്ധരിക്കണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യാന്? അതിനെ അഭിനയിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതെന്നാണോ വിചാരിച്ചത്? ഓ ഗോഡ്, ഞാൻ പറഞ്ഞത് അതല്ല. രാജി ശരിക്കും ചിയർഫുൾ ആവണം. കഴിഞ്ഞതൊക്കെ മറന്ന് അവൾ മറുപടി പറഞ്ഞില്ല. അത് അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം. അത്ര വിഷമമുള്ളതുമല്ല. എവിടെയെങ്കിലും തുടങ്ങണമെന്ന് മാത്രം. അതാണ് ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ സ്വല്പം നിർബന്ധിച്ചത്. അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ എന്നും ഡാൻസ് ചെയ്യാം. എഗെയിൻ. രാജി, ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കിയില്ല. രാജി ഏതെങ്കിലും ഫംഗ്ഷന് ഡാൻസ് ചെയ്താൽ സംശയമില്ല അമ്മയ്ക്ക് സന്തോഷമാവും. അതൊരു കാര്യം. പക്ഷേ അതല്ല പ്രധാനം. അമ്മയ്ക്ക് നിരന്തരമായിട്ട് സന്തോഷമാവണമെങ്കിൽ രാജി കഴിഞ്ഞതൊക്കെ മറന്ന് സന്തോഷമായിട്ടിരിക്കണം. അതിനുള്ള ഒരു ഉപാധിയാണ് ഡാൻസിങ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായില്ലെങ്കിലും സാരില്ല. ഒരു ദേഷ്യത്തിന് ചെയ്ത ശബ്ദമൊക്കെ മാറ്റിവെച്ച് ഡാൻസിങ്ങിൽ വീണ്ടും ഇൻട്രസ്റ്റ് എടുത്തു നോക്കൂ. അപ്പോൾ കാണാം എന്താ സംഭവിക്കുന്നതെന്ന്. എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കില്ല. മണിച്ചേച്ചിയും മിനിച്ചേച്ചിയും ഇത് തന്നെ പറഞ്ഞു ഇന്നാള്. ഡൈവേർഷൻ വേണമെന്ന്. ഡൈവേർഷന്റെ കാര്യമല്ല ഞാൻ പറയണത്. ഡൈവേർഷൻ ആവശ്യം തന്നെയാണ്. പക്ഷേ ഡൈവേർഷൻ കൊണ്ട് കിട്ടുന്ന ആശ്വാസവും സമാധാനവും ലിമിറ്റഡ് ആണ്. അതല്ല സംഗതി. അപ്പോൾ പിന്നെ ഡൈവേർഷന് വേണ്ടി ഡാൻസ് ചെയ്തിട്ട് എന്താ കാര്യം? രാജിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയണത് വ്യക്തമാവണില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. വ്യക്തമാവണമെങ്കിൽ കുറേയേറെ വിസ്തരിക്കേണ്ടി വരും. ഇപ്പോഴേതായാലും നേരില്ല. രാജിക്ക് ബോറാവുകയും ചെയ്യും. ഞാൻ ചുരുക്കത്തിൽ പറയാം. ഡൈവേർഷൻ ആണെങ്കിൽ 100 ഡൈവേർഷൻ കണ്ടെത്താം. അതുകൊണ്ട് കാര്യമില്ല. രാജിക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിൽ ഡാൻസിങ്ങിൽ തന്നെ ശ്രദ്ധ ചെലുത്തണം. യു ആർ എ ബോൺ ഡാൻസർ. ഡാൻസിങ് ഈസ് യുവർ ലൈഫ്. അപ്പോൾ ഡാൻസിങ്ങിൽ കൂടി മാത്രമേ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ കഴിയൂ. മറ്റെന്ത് ചെയ്തിട്ടും കാര്യമില്ല. അളന്ന് മുറിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ രാജിയിൽ പ്രതീക്ഷിച്ച ആഹ്ലാദമുളവായി തോന്നിയില്ല. അവൾ കണ്ണിമയ്ക്കാതെ മുഖത്തേക്കേ നോക്കിക്കൊണ്ടിരുന്നു. ആ നോട്ടത്തിന്റെ മുന്നിൽ എന്തുകൊണ്ടോ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായി തോന്നി. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ അല്ലേ? കാര്യം വാസ്തവത്തിൽ വളരെ സിമ്പിളാണ്. ഓരോരുത്തർക്കും അവനവൻ്റെതായ ജന്മവാസനയുണ്ട്. ആ ജന്മവാസന അനുസരിച്ച് ജീവിച്ചാലേ വിജയിക്കൂ. രാജിയുടെ ജന്മവാസന നൃത്തത്തിനാണ്. അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ രാജിക്ക് മനസ്സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. രാജിക്ക് ജീവിതം സന്തോഷപ്രദമായാൽ അമ്മയ്ക്ക് സന്തോഷമാവും, മുത്തച്ഛന് സന്തോഷമാവും, എല്ലാവർക്കും സന്തോഷമാവും. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. രാജി കണ്ണുകൾ പതുക്കെ പതുക്കെ പിൻവലിച്ച് മടിത്തട്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കീഴ്ചുണ്ട് കടിച്ച് വിരലുകൾ ഓരോന്നായി പൊട്ടിച്ചു ദീർഘമായി നിശ്വസിച്ചു. ആ നിശ്വാസത്തിന്റെ അലകൾ സ്വന്തം ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എവിടെയോ സഹാനുഭൂതിയുടെ മാറ്റലുകൾ ഉണർത്തുന്നതായി തോന്നി ഉണ്ണിക്ക്. അല്പം കഴിഞ്ഞ് പരാജയത്തിന്റെ കയ്പ് ചവയ്ക്കുന്ന സ്വരത്തിൽ രാജി പറഞ്ഞു, ഞാനും അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നു പണ്ട്.
ഡാൻസിങ് ആണ് എൻ്റെ ജീവനെന്ന്. അതുകൊണ്ടാണ് സീനിയർ പോലും പാസ്സാവാൻ നിൽക്കാതെ മദ്രാസിലേക്ക് പോയത്. പക്ഷേ ഇപ്പോ ശേഷം പറഞ്ഞിട്ട് എന്ത് ഫലം എന്ന മട്ടിൽ അവൾ മുഖമുയർത്താതെ തലയാട്ടി. ഇപ്പോഴെന്താ? ഉണ്ണി നിസ്സാരമാക്കി തള്ളുന്ന ഭാവത്തിൽ ചോദിച്ചു. തമിഴൻ ചോദിക്കുന്നത് പോലെ കുടി മുഴുകിപ്പോച്ച? നത്തിങ്. ഇപ്പോഴും ഡാൻസിങ് ക്യാൻ ബി യുവർ ലൈഫ്. നോ. രാജി പിന്നെയും നിഷേധാത്മകമായി തലയാട്ടി. നെവർ. ഐ ഹാവ് നോ മോർ ഇലൂഷൻസ്. ഐ ആം ഫിനിഷ്ഡ്. അടി കാണാത്ത ഏതോ കയത്തിന്റെ ആഴങ്ങളിൽ നിന്നുയർന്ന് ജലപ്പരപ്പിലെത്തി പൊട്ടിത്തകരുന്ന കുമിള പോലെയായിരുന്നു അവളുടെ ഒടുക്കത്തെ വാക്കുകൾ. അളക്കാൻ കഴിയാത്ത വേദന മുറ്റി നിന്നിരുന്നു അവയെ. അവ സൃഷ്ടിച്ച അലകൾ സ്വന്തം മനസ്സിലും എന്തൊക്കെയോ ചലനങ്ങൾ ഇളക്കി വിടുന്നുണ്ടെന്ന ബോധം ജനിച്ചപ്പോൾ പതിവില്ലാത്ത തരളതയും പരവശതയും അനുഭവപ്പെട്ടു. എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കണം. പക്ഷേ ആഴത്തിൽ മുറിവേറ്റ ഈ കൊച്ചു പെൺകിടാവിന്റെ ദുഃഖം കേവലം വാക്കുകൾ കൊണ്ട് ഒപ്പിക്കളയാവുന്നതല്ല. നെരിപ്പോടിൽ ഉമിയിടുന്ന ഫലമേ ഉണ്ടാവൂ. കാലത്തിന് മാത്രമേ ആ തീ കെടുത്താനാവൂ. കാലത്തിന് മാത്രം വിട്ടുകൊടുത്താൽ കെടുമെന്ന് എന്താണ് ഉറപ്പ്? നീറി ചാമ്പലായിപ്പോയാലോ? അവളുടെ അമ്മയ്ക്ക് അതാണ് സംഭവിച്ചത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, മറക്കണം. പറയാൻ എളുപ്പമാണ്, മറക്കാൻ പ്രയാസമാണ് എന്നെനിക്കറിയാം. രാജി അടുത്തേക്ക് നീങ്ങിയിരുന്ന അവളുടെ തോളത്ത് കൈവച്ചു. ഇങ്ങനെ ഡിപ്രസ്ഡ് ആവരുത്. ഞാനും കുറച്ചൊക്കെ ദുഃഖം സഹിച്ചിട്ടുണ്ട്. അന്ന് രാജിയേക്കാൾ മോശമായിട്ടാണ് ഞാൻ പെരുമാറിയത്. പക്ഷെ ഇന്ന് എനിക്കറിയാം അത് വിഡ്ഢിത്തമായിരുന്നു എന്ന്. വേദനയും ദുഃഖവും കുറച്ചു കഴിഞ്ഞാൽ മറക്കണം. ഒരു വലിയ തത്വചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, പിന്നോക്കം നോക്കുമ്പോഴേ ജീവിതം എന്താണെന്ന് മനസ്സിലാവും. പക്ഷേ ജീവിക്കേണ്ടത് മുന്നോക്കം നോക്കിക്കൊണ്ടാണ് എന്ന്. അത് വളരെ ശരിയാണെന്ന് ജീവിതത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. രാജി മുഖമുയർത്തുകയോ മിണ്ടുകയോ ചെയ്തില്ല. എന്താ മിസ്റ്റർ ഉണ്ണി ഇങ്ങനെ പ്രസംഗിക്കണമെന്ന് കരുതണ്ട. മനസ്സിൽ തോന്നി അത് പറഞ്ഞു. വേദാന്തമല്ല, ഉപദേശമല്ല. എനിക്ക് ജീവിതത്തിൽ കുറേ അനുഭവങ്ങളുണ്ട്. അതിൽ നിന്ന് പഠിച്ചത് പറഞ്ഞു എന്ന് മാത്രം. ബോറാക്കിയെങ്കിൽ ക്ഷമിക്കണം. രാജി മുഖമുയർത്തി ഇല്ലെന്ന് തലയാട്ടി. പറയാനുള്ളത് പറഞ്ഞോളൂ എന്ന ഭാവത്തിൽ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ. സിനിമ കാണുമ്പോൾ ഇടയ്ക്ക് ഫിലിം പൊട്ടും ഇല്ലേ? പൊട്ടിയെന്ന് വെച്ച് കളി നിർത്താറുണ്ടോ? ഇല്ല. അവിടെ വെച്ച് ഏച്ചു കൂട്ടും, തുടർന്ന് കാണിക്കും അല്ലേ? രാജി മറുപടി പറയാതിരുന്നപ്പോൾ അവളുടെ തോളൊന്ന് മൃദുവായി കുലുക്കി. എന്താ മിണ്ടാത്തത്? പറയൂ. രാജി ശ്രമപ്പെട്ട് വിഷാദത്തെക്കാളേറെ ലജ്ജയും കനന്തൂങ്ങിയിരുന്ന മുഖമുയർത്തി വിളർത്തൊരു മന്ദസ്മിതം തൂകി. വിശ്വാസമാവുന്നില്ലെങ്കിലും മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്ന പോലെ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഉണ്ണി മലർക്ക പുഞ്ചിരി തൂകി. ജീവിതവും അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഫിലിം ഏച്ചു കൂട്ടുന്നത് പോലെ ജീവിതത്തിലും എന്തെങ്കിലും ചില്ലറ കുഴപ്പം നേരിട്ടാൽ അത് വിസ്മരിച്ച് പിന്നെയും ജീവിക്കണം. കേട്ടിട്ടില്ലേ? ദ ഷോ മസ്റ്റ് ഗോ ഓൺ. അത് തന്നെ സംഗതി. എല്ലാം തീർന്നു, കാര്യങ്ങളൊക്കെ ശുഭായി കലാശിച്ചു. ഇനി മുനിയാനൊന്നുമില്ല എന്ന മട്ടിൽ രാജിയുടെ മുതുകത്ത് തട്ടി. അവൾ മലർക്ക പുഞ്ചിരി തൂക്കി. ദാറ്റ്സ് ദ സ്പിരിറ്റ്. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വരത്തിൽ തുടർന്നു. ബി എ ഗുഡ് ഗേൾ ആൻഡ് ചിയർ അപ്പ്. വരൂ, ഇനി നമുക്ക് നടക്കാം. രാജി ബാഗിന്റെ വാറെടുത്ത് തോളത്തേക്കിട്ട് എഴുന്നേറ്റു. ബ്ലൗസിന്റെ അടിയൊന്ന് പിടിച്ചു വലിച്ചു. സ്കാർഫ് കഴുത്തിൽ നിന്ന് ഊരിയെടുത്ത് തലയിൽ കെട്ടി. അവളുടെ കൈമുട്ടിൽ മൃദുവായി പിടിച്ചു മുന്നോട്ട് നയിക്കുന്നതിനിടയിൽ ഉണ്ണി പറഞ്ഞു, നോക്കൂ, വാട്ട് എ ബ്രൈറ്റ് ഡേ. ഈ ലോകമാകെ ഇങ്ങനെ വെളിച്ചത്തിൽ ആറാടി നിൽക്കുമ്പോൾ ഇത്തിരി പോന്ന മനസ്സിന്റെ ഉള്ളിൽ മാത്രം ഇത്രയേറെ ഇരുട്ട് സൂക്ഷിച്ചു വെക്കുന്നത് വിഡ്ഢിത്തമല്ലേ? രാജി മറുപടി പറഞ്ഞില്ല. പക്ഷേ വിഷാദത്തിന്റെ നീലം പിഴിഞ്ഞെടുത്ത അവളുടെ കണ്ണുകളിൽ വെണ്മ തെളിഞ്ഞു തുടങ്ങിയിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2ാം ഭാഗം മുഴുവനായും വായിച്ചു കഴിഞ്ഞു. ഇനി 3ാം ഭാഗത്തിന്റെ ആദ്യ അധ്യായവും കൊണ്ട് വേഗമെത്താം. താങ്ക് യു.